ഹായ് ഹലോ. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ പിന്നെ വൈകിട്ട് എന്തുണ്ടാക്കണം എന്നൊരു അവലാതിയാണ്. വൈകുന്നേരം ഒരു 4 മണിയാകുമ്പോൾ ആലോചന തുടങ്ങും. എന്തുണ്ടാക്കണം. രാവിലെ പറഞ്ഞു വെച്ചിട്ടാണ് പോകുന്നത്. വൈകിട്ട് വരുമ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കണമെന്ന് ഉണ്ടാക്കി വെച്ചാൽ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഞാൻ ഇന്ന് വൈകുന്നേരം ആയപ്പോൾ ഞാനത് എടുത്ത് നേരെ കടയിൽ പോയി കുറേ സാധനമെല്ലാം തീർന്നിരിക്കുമായിരുന്നു. അപ്പോൾ സാധനമെല്ലാം മേടിച്ചുകൊണ്ട് വന്നു. അതെല്ലാം എടുത്തെല്ലാം അടുക്കിപ്പറിക്കി എല്ലാം കൂടെ മേശപ്പുറത്തോട്ട് വെച്ചിട്ട് ഞാൻ ഏത്തയ്ക്കാപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഏത്തയ്ക്കാപ്പം ഉണ്ടാക്കി വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. ഉള്ളി ബജ്ജി സവാള അരിഞ്ഞിട്ട് പെട്ടെന്ന് 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ അതുണ്ടാക്കി വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ബ്രെഡ് പൊരിച്ച് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഹാപ്പിയാണ്, ഇല്ലെങ്കിലും ഹാപ്പി ആണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ പറയാൻ പറ്റത്തില്ല. മൂടങ്ങ് മാറും. എന്നാലും ഉള്ളത് കഴിച്ചോളും, നിർബന്ധമൊന്നുമില്ല. പിന്നെ വരുമ്പോൾ ഇന്നതുണ്ടെന്ന് പറയുമ്പോൾ ഒരു സന്തോഷം, അത് കാണുമ്പോൾ നമുക്കും ഒരു സന്തോഷം, അത്രയേ ഉള്ളൂ. അപ്പം ഏത്തയ്ക്കാപ്പം ഉണ്ടാക്കാനുള്ള റെസിപ്പിയൊക്കെ എല്ലാവർക്കും അറിയുന്നതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. ഞാൻ ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. എന്നാലും പറഞ്ഞേക്കാം. മൈദയും പഞ്ചസാര ഇട്ട് ശകലം അരിപ്പൊടിയും കൂടി ഇട്ടിട്ട് ഉപ്പും ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എള്ളൊക്കെ എടുത്തിട്ട് എള്ള് കഴുകിയിട്ട് എല്ലാം അവിടെ കുഴച്ച് അതിൻ്റെ ഒരു പരുവത്തിനായ ഒരു ബാറ്റർ റെഡിയാക്കി വെച്ച് കഴിഞ്ഞിട്ട് ഏത്തയ്ക്ക ഞാനാണെങ്കിൽ 2 മുറിച്ചിട്ട് പിന്നെ അതിനെ 2 3 4 സ്ലൈസ് ആയിട്ട് ഇങ്ങനെ പീസാക്കി എടുക്കും. കാരണം എനിക്ക് ഇവിടെ ആർക്കും അത്ര കട്ടിയിൽ ഏത്തയ്ക്ക അപ്പം നമ്മളെല്ലാം കടയിൽ നിന്ന് മേടിക്കുന്ന പോലെ തിന്നുന്നത് ഇഷ്ടമല്ല. വളരെ കുഞ്ഞതും വളരെ നൈസായിട്ട് തിന്നുന്നതാണ് വീട്ടിലുണ്ടാക്കുമ്പോൾ ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കും. അപ്പം ഞാൻ ഇനി സമയമാവുന്നതിന് മുമ്പേ ചുട്ടെല്ലാം റെഡിയാക്കി വെക്കാം. വണ്ടി വന്ന് നിൽക്കുമ്പോഴത്തേക്കും ഇതുമായി കാപ്പിയായ നേരെ ഒന്ന് കുളിച്ച് വന്നിരുന്ന് കഴിച്ചോളൂ. അല്ലെങ്കിൽ നേരെ വന്നിട്ട് കുറച്ച് കഥ പറച്ചിലൊക്കെ ഉണ്ട്. അപ്പം എന്തായാലും കുളിച്ചിട്ടേ കഴിക്കത്തുള്ളൂ കഴിവതും. പിന്നെ ചില ദിവസങ്ങളിൽ വിശന്നിഞ്ഞ് വരും, ഭയങ്കരമായിട്ട് വിശപ്പായിട്ട് വരുന്ന ദിവസം കൈ കഴുകിയിട്ട് വെച്ച് കഴിക്കും. ഇപ്പം ഞാൻ ഏത്തയ്ക്കാപ്പം എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു. ഞാൻ എത്ര വട്ടം നോക്കിയിട്ട് 2 ചെണ്ടം ഒട്ടി ഇഞ്ഞ് പോകുന്നു. പിന്നെ ഞാൻ തണുത്ത് കഴിഞ്ഞപ്പോഴാണ് 2 ഇട്ടത്. ഇനി ഇവിടെ എല്ലാം വൃത്തിയാക്കാം, അല്ലെ പെട്ടെന്ന് തന്നെ ഉറുമ്പ് വരും. ഞാൻ പാചകം കഴിഞ്ഞാൽ അപ്പം തന്നെ വൃത്തിയാക്കുന്നുണ്ട്. അല്ലെ ഒരു ഇച്ചിരി ഒരു എണ്ണമയം കിടന്നാൽ മതി, ഉറുമ്പ് എവിടുന്നാണ് വരുന്നതെന്നൊരു പിടുത്തമില്ല. അത് കഴിഞ്ഞ് ഞാൻ നാളത്തേക്ക് അപ്പത്തിന് അരയ്ക്കാൻ വേണ്ടി പച്ചരി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൂടെ എല്ലാം കഴുകിയെല്ലാം സെറ്റാക്കി വെച്ചിട്ട് ഞാൻ പോയി തുണിയെല്ലാം ഇന്ന് പറക്കി. ഇനി മുറ്റം തൂക്കണം. ഇന്നിപ്പോൾ വിളക്ക് കത്തിക്കുന്നില്ല, അതുകൊണ്ട് ഇനി മുറ്റം തൂപ്പ്. പിന്നെ അവർ വരുമ്പോൾ അവരുടെ എല്ലാ കാര്യങ്ങളും ചെയ്ത് ഇനി TV കണ്ട് പിന്നെ പഠിക്കാനിരുത്തി പിന്നെ അപ്പത്തിന് അരച്ച് അങ്ങനെ കുറച്ച് പരിപാടിയും കൂടെ ഉള്ളു ഇന്ന് വൈകിട്ട്. പക്ഷേ വിളക്ക് കത്തിക്കുന്ന ദിവസം പിന്നെ വിളക്കെല്ലാം തേച്ച് വിളക്ക് കത്തിക്കൽ, നാമം ചൊല്ലൽ അതെല്ലാം ഉണ്ട്. അപ്പോൾ 2 പേരും വന്നപ്പോഴത്തേക്ക് ഞാൻ ബാഗെല്ലാം എടുത്ത് കുടഞ്ഞ് ബാഗിൽ നിന്ന് സാധനങ്ങളെല്ലാം എടുത്ത് മാറ്റി, ഡിഷും ബോക്സും എല്ലാം എടുത്ത് മാറ്റി. കൊച്ചുമ്മ കഥ വന്നെന്ന് പറയുവാണേ. കുളിക്കാനായിട്ട് പോയി നിൽക്കുന്നതുകൊണ്ടാണ് ക്യാമറയുടെ മുന്നിലോട്ട് വരാതെ അവിടെ നിന്നുകൊണ്ട് എന്നോട് കഥയെല്ലാം പറയും. വന്നാൽ തന്നെ അന്നത്തെ കുറേ കഥാപരിപാടികൾ അപ്പം തന്നെ അങ്ങ് അവതരിപ്പിക്കും. പിന്നെ പഠിക്കാനിരിക്കുമ്പോൾ കുറച്ച് കാര്യം പറയും. അപ്പോൾ 2 പേരുടെയും ബാഗിനകത്തുനിന്ന് എല്ലാം എടുത്ത് ബാഗെല്ലാം കുടഞ്ഞ് എല്ലാ ദിവസവും കൊണ്ട് വെക്കും. അല്ലെങ്കിൽ ബാഗിനകത്തൊരു സ്മെല്ലാവും എല്ലാം കൂടെ ഒന്നിച്ചിരുന്ന. പിന്നെ കുറേ പേപ്പർ കഷ്ണമോ അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് എന്തെങ്കിലും മിഠായി കിട്ടുന്ന എല്ലാം അതിനകത്ത് കാണും. അതുകൊണ്ട് ഇതിപ്പോൾ ഇങ്ങനെ ഒരു ശീലം കൊറോണ ടൈം തൊട്ടേ ഉള്ളതായിരുന്നു കേട്ടോ. ഇതെല്ലാം കൊണ്ടുവന്ന് പിന്നെ അതെല്ലാം സാനിറ്റൈസ് ചെയ്ത്, ഇപ്പോൾ പിന്നെ സാനിറ്റൈസർ അടിക്കണ്ട, അന്ന് തൊട്ട് ഇങ്ങനെ വെളിയിൽ വെച്ച് എല്ലാം ചെയ്ത് കീറുന്ന ഒരു പരിപാടിയാണ്. ഇപ്പോഴും അത് കണ്ടിന്യൂസ് ആയിട്ട് തുടരുന്നു. അല്ലെങ്കിൽ ബാഗിനകത്തൊരു സ്മെല്ലായി പോകും. അങ്ങനെ അതെല്ലാം എടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ പോയി. അപ്പം അടുത്ത് അനിയമ്മ കുളിച്ചിട്ട് വന്ന് അപ്പോൾ അടുത്ത് കൊച്ചുമ്മ പോയി കുളിക്കാൻ. അപ്പോഴത്തേക്കും ഞാൻ ഇനി ഈ പാത്രം എല്ലാം കൂടെ കഴുകി പെറുക്കി വെച്ച് കുടിവെള്ളവും തിളപ്പിച്ച് മോട്ടറൊക്കെ നേരത്തെ ഇട്ട് ഇവർ വരുന്നതിന് മുമ്പേ ഇട്ട്. ഇതൊക്കെയാണ് വൈകിട്ടത്തെ ഒരു റൊട്ടീൻ. ഇതിനകത്ത് വിളക്ക് കത്തിക്കുന്ന കാര്യം മാത്രമാണ് ഇപ്രാവശ്യം ഒന്ന് മിസ്സായത്. ബാക്കി ഇനി കുറച്ച് നേരം ഇരുന്ന് TVയും കണ്ട് ആഹാരവും കഴിച്ച് കുറച്ച് സമയം ഇരിക്കും. അത് കഴിയുമ്പോഴത്തേക്കും 2 പേരും പോയി പഠിക്കാനിരിക്കും. ഞാൻ പറഞ്ഞു ഇത് 2 പേരും അങ്ങോട്ട് എടുത്തുകൊണ്ട് പോക്കൂ, ഞാനിപ്പം കൈ കഴുകിയിട്ട് അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. അതിന് അനുമോൻ വന്ന് കാപ്പി മേടിച്ചപ്പോൾ അടുത്ത് കൊച്ചുമ്മയ്ക്ക് ഞാൻ മേടിച്ചോളൂ അതും പറഞ്ഞ് കൊച്ചുമ്മ ഒന്ന് ഏത്തയ്ക്കാപ്പം മേടിച്ചു. അവിടെ ഞാൻ ജോലിയെല്ലാം തീർത്ത് കൈയെല്ലാം കഴുകി നേരെ വന്ന് അവരുടെ കുറേ സമയം ഇരുന്ന് ഞാനും ഒരു ഏത്തയ്ക്കാപ്പം എടുത്ത്. എനിക്ക് ഇഷ്ടപ്പെട്ടു, കൊള്ളാം. ഞാൻ ഉണ്ടാക്കിയിട്ട് ഞാൻ തന്നെ പറയുന്നത് ശരിയല്ലെങ്കിലും കൊള്ളാം. ഞാൻ എനിക്കുള്ള കാപ്പി എടുത്ത് അവർക്കും കാപ്പി ഒഴിച്ച് കൊടുത്തിട്ട് അവിടെ ഇരുന്ന് എന്തോ ഒരു പ്രോഗ്രാം ആയതുകൊണ്ട് വെച്ചേക്ക് വരുന്നത് TVക്കകത്ത്. അതിരുന്ന് കണ്ട് യൂട്യൂബിൽ തന്നെയാണ്, അല്ലാതെ ഇവിടെ TV ചാനൽ ആയിട്ട് വരത്തില്ല. സൂര്യ TV, ഏഷ്യാനെറ്റ് അങ്ങനത്തെ പരിപാടി ചാനൽ ഇതാക്കിയിട്ടില്ല. യൂട്യൂബിൽ കാണുന്നത്. അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ അടുത്ത പരിപാടിയിലേക്ക് ഇറങ്ങി. സാധനം എല്ലാം മേടിച്ചിട്ട് വന്ന സാധനം, തക്കാളി അതും എല്ലാം കഴുകി എടുത്ത് ഫ്രിഡ്ജിൽ വെക്കണം. സവാള എല്ലാം എടുത്തിടണം. ഇതെല്ലാം അതാത് സ്ഥാനത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ രാവിലെ എളുപ്പമായല്ലോ. എല്ലാം ഒന്നിച്ചിട്ടാൽ പിന്നെ അന്നേരം കിടന്ന് തപ്പും പെറുക്കലുമായി. പിന്നെ ഇത് കോവയ്ക്കാണിത്. ഞാനവിടെ ചെല്ലുമ്പോൾ കടയിൽ എനിക്ക് പപ്പ തരുന്നത്. അവിടെ കെട്ടിടത്തിൻ്റെ മണ്ടയ്ക്കോട്ട് ഇങ്ങനെ കോവൽ പടർത്തിയിട്ടുണ്ട്. അപ്പോൾ എപ്പോൾ ഉണ്ടായാലും പപ്പ കുറച്ച് എനിക്കിവിടെ തരും. അത് കഴിഞ്ഞ് വന്ന അടുത്ത ഘട്ടമാണ് തുണി മടക്കൽ. എത്ര വട്ടം മടക്കി വെച്ചാലും
തുണി വാരി വലിച്ചിടും, എന്നും മടക്കി വൃത്തിയാക്കി അടുക്കി പെറുക്കി വെച്ച് കൊടുക്കണം. അതെല്ലാം കഴിഞ്ഞിട്ട് വന്ന് ഞാൻ അരി അരയ്ക്കാൻ വെച്ചു. എനിക്ക് ആദ്യം ഞാൻ അപ്പത്തിൽ അരച്ചാൽ എനിക്ക് സെറ്റ് ആവത്തില്ലായിരുന്നു. ഞാൻ പാവ് കാച്ചേക്ക് അരച്ചാൽ എനിക്കത് ശരിയായിട്ട് വരുത്തേ ഇല്ലായിരുന്നു. പിന്നെ ഇത് ഞങ്ങളുടെ അപ്പുറത്തെ വീട്ടിലൊരു ചേച്ചി എനിക്ക് കറക്റ്റായിട്ട് പറഞ്ഞു തന്നു. ആദ്യം പച്ചരി ഇട്ട് അരച്ച് മാറ്റിയിട്ട് പിന്നെ തേങ്ങാപ്പീരയും പഞ്ചസാരയും ഉപ്പും ഈസ്റ്റും കൂടി ഇട്ട് ഒന്നിച്ച് അരച്ചെടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം എന്നിട്ട് ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ അപ്പം സെറ്റ്. അപ്പോൾ എനിക്ക് ഇത് എളുപ്പമായിട്ട് തോന്നി. ഇതെനിക്ക് നല്ല സക്സസ് ആയിട്ട് അപ്പം റെഡിയായിട്ട് വരാറുമുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ കൊച്ചുമ്മ അപ്പത്തിനെല്ലാം അരച്ച് വെച്ച് കഴിഞ്ഞിട്ട് ഇനി അച്ചച്ചി വരാൻ താമസിക്കും. അരച്ച് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ കൊച്ചുമ്മയെ പോയിരുന്ന് എല്ലാം പഠിപ്പിച്ച് കൊച്ചുമ്മയ്ക്ക് എല്ലാം പറഞ്ഞു കൊടുത്ത് കൊച്ചുമ്മ കളർ ചെയ്യാനിരിക്കാൻ തുടങ്ങി. കൊച്ചുമ്മയ്ക്ക് ഈ ഒരു പാവ ഇടയ്ക്ക് അച്ചച്ചിയോട് വേണമെന്ന് പറഞ്ഞപ്പോൾ അച്ചച്ചി മേടിച്ചു കൊടുത്ത പാവയത്, അതുകൊണ്ടായിരുന്നു കളി. അപ്പോൾ ഇതൊരു കുഞ്ഞു വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഹൈപ്പ് ചെയ്യാൻ മറക്കല്ലേ. ടാറ്റാ.